السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، وقد قال الله سبحانه وتعالى: بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. قال الله عز وجل: أفضل ما قلت أنا والنبيون من قبلي لا إله إلا الله شفيعنا محمد رسول الله. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد فأنت نور الهدى في كل كائنة وأنت سر الندى يا خير معتمد. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أمة سيدنا ومولانا محمد അർഹമർറാഹിമായ അൽ മലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ ലോകരക്ഷിതാവായ റബ്ബുൽ ആലമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇറക്കിയ വിശുദ്ധ ഖുർആനിന്റെ അസ്റാറിന്റെ ബറക്കത്ത് കൊണ്ട് അവന്റെ ഹബീബായ ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ പുന്നാര മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് സർവ്വ അമ്പിയാക്കന്മാർ സ്വാലിഹീങ്ങളുടെ എല്ലാം പോരിച്ചുകൊണ്ട് പരിശുദ്ധമായ യൗമുൽ ജുമുഅയുടെയും പരിശുദ്ധ ഭവനത്തിൻ്റെയും ബറക്കത്ത് കൊണ്ട് സാധുക്കളായ നമുക്കും മാതാപിതാക്കൾ ഉസ്താദുമാർ മറ്റു മുഅ്മിനീങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരു ലോകത്തും വിജയിക്കുന്ന സ്വാലിഹ്യങ്ങളിലും സജ്ജനങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയും അവരിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 1400 ചില്ലുവാനും വർഷങ്ങൾ കഴിഞ്ഞു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നും ഇന്നും എന്നും അല്ലാഹുവിന്റെ റസൂലാണ്. അവിടുന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ല, ലോകാവസാനം വരെ എന്ന് മാത്രമല്ല, നാളെ പാരത്രികമായ ലോകത്തും അല്ലാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വിശ്വസിക്കാത്തവർ മുസ്ലിമല്ല, മുഅ്മിനല്ല. ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവാചകരാണ്. ആ നബിതങ്ങളുടെ അനുയായികളായ ലോകത്തുള്ള ഇന്നത്തെ കാലത്ത് ഇനി വരാനുള്ളവരും കഴിഞ്ഞു പോയവരുമായ സർവ്വജനസമൂഹത്തിന്റെയും പ്രവർത്തനങ്ങൾ ഒരു നേതാവ് എന്നുള്ള നിലയിൽ അനുയായികളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഈ ഭൂമി ലോകത്ത് നടക്കുന്നത് എന്ന് നേതാവിന് അല്ലാഹു തആല കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അനുയായികളുടെ പ്രവർത്തനങ്ങൾ കാണാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന
പ്രവാചകർക്ക് സയ്യിദിന് നേതാവിന് അല്ലാഹു തആല അതിനുള്ള കഴിവും എല്ലാ ഖുവത്തും കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ നിന്നും ഒരു ഖൈറാണ് ഞാൻ എത്തിക്കുന്നതെങ്കിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ലോകത്ത് ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യനിൽ നിന്നും ഒരു ഖൈർ ഉണ്ടാകുമ്പോൾ, അല്ലാഹുവിനെ പൊരുത്തപ്പെടുന്ന അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന കാര്യം ഉണ്ടാകുമ്പോൾ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അല്ലാഹു അതിന് തൗഫീഖ് കൊടുത്തു എന്നതിന്റെ പേരിൽ എന്റെ ഉമ്മത്തിൽ നിന്നും എന്തെങ്കിലും ഒരു തിന്മയാണ് സംഭവിക്കുന്നതെങ്കിൽ, തെറ്റാണ് സംഭവിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നതാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാചകമാണ്, ഇസ്തഗ്ഫർതു ലഹു, ഞാൻ അവന് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നതാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ ആലോചിക്കണം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അല്ലാഹു അതിനെ കാണാനും കേൾക്കാനും അറിയാനുമുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. അതിൽ മുഅ്മിനീങ്ങൾക്ക് സംശയമില്ല, ഈമാനുള്ള ആളുകൾക്ക് സംശയമില്ല. മരണപ്പെട്ടവർ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളും അവരുടെ സംഭവങ്ങളും അറിയുമോ? ഇങ്ങനെ അറിയുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും എന്ന് ചില ആളുകൾ ചില ആയത്തുകളും ഹദീസുകളും ഓതി സമർത്ഥിക്കാറുണ്ട്. അതൊന്നും വാസ്തവത്തിൽ ഇസ്ലാമല്ല. ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മരണപ്പെടട്ടെ, ജീവിച്ചിരിക്കുന്നവരായിക്കോട്ടെ, അല്ലാഹു തആല അറിയിച്ചു കൊടുക്കാതെ ഇവിടെ ഒന്നും അറിയുന്നില്ല. അല്ലാഹു തആല അറിയിച്ചു കൊടുത്താൽ അറിയാത്തത് ഇവിടെ ഒന്നും ഇല്ല. അല്ലാഹുവിന്റെ കഴിവിന് പരിധി നിശ്ചയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. മരണപ്പെടുന്നത് ശരീരമാണ്, അവന്റെ ശരീരത്തിൽ നിന്നും വേർപെടുന്നത് ആത്മാവാണ്. ആത്മാവിന് മരണമില്ല. ആത്മാവിന് ജീവിച്ചിരിക്കുന്ന ആളിനേക്കാളും കൂടുതൽ പവർ അല്ലാഹു തആല മരണശേഷം കൊടുക്കുന്നു. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ ആത്മാവിന്റെ ജീവൻ ശരീരത്തിൽ ഉള്ളതിനേക്കാളും പവർ കൂടുകയാണ്. കാഴ്ചയും കേൾവിയും സംസാര ശക്തിയും എല്ലാം കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മലക്കുകളെ കാണാൻ കഴിയുന്നത്, മലക്കുകളുമായിട്ട് സംവദിക്കാൻ കഴിയുന്നത്, മലക്കുകളുമായിട്ട് സംസാരിക്കാൻ കഴിയുന്നത്, മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് അവന്റെ അപ്പുറവും ഇപ്പുറവും മലക്കുകളുണ്ട്. അവനെ പിടിക്കാൻ മലക്കുകൾ വരുന്നുണ്ട്. തൊട്ടടുത്ത് തന്റെ പിതാവിനെ പിടിക്കാൻ മലക്കുകൾ വരുന്നുണ്ട്. പക്ഷേ നമുക്കത് കാണാൻ കഴിയുന്നില്ല. നമ്മുടെ ആത്മാവിനും കാണാൻ കഴിയുന്നില്ല. എന്തേ? നമ്മുടെ ശരീരത്തിൽ അകപ്പെട്ടത് കൊണ്ടാണ് ആത്മാവിനുള്ള പവർ കുറയുന്നു എങ്കിൽ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടുമ്പോൾ ആത്മാവിന് റൂഹിന് പവർ കൂടുന്നു. ആ ആത്മാവ് സംസാരിക്കുന്നു. ആ ആത്മാവ് കാണാത്തത് കാണുന്നു, കേൾക്കാത്തത് കേൾക്കുന്നു, അറിയാത്തത് അറിയുന്നു. ഈ സമയത്ത് എവിടെ എന്ത് നടന്നാലും ആ ആത്മാവിനെ അറിയാൻ അല്ലാഹു തആല കഴിവ് കൊടുത്ത രൂപത്തിൽ ആ ആത്മാവിന്റെ പവർ വർദ്ധിക്കുന്നു. അതേസമയം അമ്പിയാക്കന്മാര്, ഔലിയാക്കന്മാര്, അവരുടെ ആത്മാവ് സാധാരണക്കാരായ ആളുകളുടെ ആത്മാവിനേക്കാൾ റൂഹിനേക്കാൾ പവർ വർധനവുള്ളതാണ്. മലക്കുകളെക്കാളും പവറുള്ളതാണ് ആത്മാവുകൾക്ക്, അഥവാ അമ്പിയാക്കന്മാരുടെ ആത്മാവുകൾക്ക്. പറഞ്ഞു വരുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ലോകത്തില്ലാത്ത ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതെല്ലാത്തിനേക്കാളും എല്ലാ വസ്തുവിനേക്കാളും പവർ കൂടുതലാണ്. ആ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് വഫാത്തായി ഏകദേശം 500 വർഷങ്ങൾക്ക് ശേഷം. അതിനു മുമ്പ് ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ നടന്നുവെങ്കിൽ തന്നെയും വഫാ എന്ന് പറയുന്ന ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ രേഖപ്പെട്ട് കിടക്കുന്ന വലിയ ഒരു ചരിത്ര സംഭവം ഇതിന് ഉപോത്ബലകമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. അല്ലാഹു നമുക്ക് അതിന്റെ ഫലം നൽകി ദുനിയാവിലും ആഖിറത്തിലും നന്നാക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സ്വപ്ന സംഭവമാണ്. അഷ്റഫുൽ ഖൽഖ് വഫാത്തായി 500 വർഷങ്ങൾക്ക് ശേഷം മിസ്രിലെ ഗവർണറായിരുന്ന നൂറുദ്ദീൻ മഹ്മൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സ്വപ്നം കാണുകയാണ്. മഹാനുഭാവൻ പാതിരാത്രിയിൽ തഹജ്ജുദിന് വേണ്ടി
എഴുന്നേൽക്കാറുണ്ട്. ആ തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷം ഒരുപാട് ഔറാദുകൾ ചൊല്ലാറുണ്ട്. വലിയ മഹാനായ ഭരണാധികാരിയും കൂടിയാണ്. ഖലീഫ അബ്ബാസി ഭരണാധികാരി ഇറാഖ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഗവർണറായി കഴിയുന്ന ആളാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമാണ്. റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമാണ്. അജ്മീർ ഖാജ തങ്ങളുടെ കാലഘട്ടമാണ്. ഹിജ്റ 500 കാലഘട്ടം എന്നുള്ളത് അത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട വിഷയം കൂടിയാണ്. അന്ന് മിസ്രിലെ ഗവർണറായിരുന്ന നൂറുദ്ദീൻ മഹ്മൂദ് സഖി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുകയാണ്. അങ്ങനെ ദിക്റുകൾ കഴിഞ്ഞ് അല്പമൊന്ന് മയങ്ങുകയാണ്. ആ മയക്കത്തിൽ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് മഹാനായ നൂറുദ്ദീൻ സംഗിയോട് പറയുകയാണ്, അൻഖിദ്നി അൻജിദ്നി മിൻ ഹാദൈൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറുദ്ദീൻ മഹ്മൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞതാണ്, എന്നെ രക്ഷപ്പെടുത്തണം, എന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തണം. ഈ രണ്ട് ആളുകളിൽ നിന്ന് വരുന്ന രണ്ടാളുകളിലേക്ക് ചൂണ്ടിക്കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറയുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വന്ന് പറഞ്ഞേക്കുന്നത്. രണ്ടാളുകള് അവരിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഈ രണ്ടാളുകളിൽ നിന്നും എന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തണം. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ ആലോചിക്കണം. മുഹമ്മദ് സല്ലി റഹ്മത്തുള്ളാഹി അലൈഹി പെട്ടെന്ന് തന്നെ ഫസ്തൈഖള ഫസിആ ഭയന്ന് എഴുന്നേറ്റു. ثم تولى وصلى ونام. അവിടെ നിന്ന് വീണ്ടും ഉണവെടുക്കുന്നു, നിസ്കരിക്കുന്നു, വീണ്ടും അല്പമൊന്ന് ഉറങ്ങുന്നു. وكان له وزير من الصالحين. വീണ്ടും ഉറങ്ങിയതിന്റെ ശേഷം വീണ്ടും കണ്ടു മഹാനുഭാവൻ വീണ്ടും പൊട്ടി ചാടി എഴുന്നേൽക്കുന്നു. വീണ്ടും കൊടുക്കുന്നു, നിസ്കരിക്കുന്നു, വീണ്ടും അല്പമൊന്ന് ഉറങ്ങുന്നു. വീണ്ടും അഷ്റഫുൽ ഖൽഖ് മൂന്നാമതും എന്ന് പറയുമ്പോൾ മഹാനുഭാവൻ ഇതാ അടുത്തുള്ള തന്റെ മന്ത്രിയായിരുന്ന ഒരു സ്വാലിഹായ മനുഷ്യനുണ്ട്. ആ സ്വാലിഹായ വിശ്വസ്തനായ മനുഷ്യനോട് വിവരം പറയുന്നു. ജമാലുദ്ദീൻ എന്നാണ് ആ മന്ത്രിയുടെ പേര്. അദ്ദേഹത്തിനോട് വിവരം പറയുമ്പോൾ ആ മന്ത്രി പറയുകയാണ്, എന്തിനാണ് ഇനി ഇവിടെ ഇരിക്കുന്നത്? ഇനി എങ്ങനെ ഇവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നു? അങ്ങ് കണ്ട സ്വപ്നം അങ്ങ് ആരോടും പറയാതെ രഹസ്യമാക്കി വെച്ച് അങ്ങ് മദീനയിലേക്ക് പുറപ്പെടണം. മിസ്റിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. മഹാനായ നൂറുദ്ദീൻ സംഗി റഹ്മത്തുള്ളാഹി അലൈഹി ഹിദായത്തിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെടുകയാണ്. ഏകദേശം ഒരു 18ഓളം ദിവസങ്ങൾ എടുത്തു യാത്ര ചെയ്യാൻ കുതിരപ്പുറത്ത്. അങ്ങനെ യാത്ര ചെയ്തു. പിന്നാലെ ഈ മന്ത്രിയും വരുന്നുണ്ട്. മന്ത്രി കുറെ ദിർഹമുകളും ദീനാറുകളും അടങ്ങുന്ന കുറെ നാണയത്തിന്റെ സഞ്ചികളുമായിട്ടാണ്. പിന്നാലെ വസീർ വരുന്നത്, മന്ത്രി വരുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മദീനയിലെത്തുകയാണ് രണ്ടുപേരും. അങ്ങനെ പല നിലയിലും ആ രാജാവ് മഹ്മൂദ് സല്ലി റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിൽ ചുറ്റും നടക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ രണ്ടുപേരെ നോക്കി നടക്കുകയാണ്. അവിടെ ഒന്നും കാണാനില്ല. മഹാനായ ആ ജമാലുദ്ദീൻ എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹം കൊണ്ടുവന്ന സഞ്ചിയിലുള്ള നാണയങ്ങളെല്ലാം മദീന പള്ളിയിൽ മഹാനായ ആ രാജാവിന്റെ അരികിൽ വെച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ മദീനത്തുള്ള എല്ലാ ആളുകളെയും വിളിച്ച് ഈ കാണുന്ന ദിർഹമും ദീനാറും അവർക്ക് കൊടുക്കണം. അപ്പോൾ ഈ നാട്ടിൽ ആരൊക്കെയാണുള്ളത് എന്നറിയാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാജാവ് മദീനയിലുള്ള എല്ലാ ആളുകളെയും വിളിക്കുന്നു. നൂറുദ്ദീൻ മഹ്മൂദ് സംഗി റഹ്മത്തുള്ളാഹി അലൈഹി മദീനത്ത് വന്നു എന്നറിഞ്ഞപ്പോൾ മദീന നിവാസികളായ ആളുകൾ എല്ലാവരും ഒരുമിച്ച് കൂടി.
ആ സമയത്ത് ഓരോരുത്തർക്കും ഈ കൊണ്ടുവന്ന ദീനാറും ദിർഹമുകളും നാണയങ്ങളും അവർക്ക് വിതരണം ചെയ്യുകയാണ്. അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്ന ആ രണ്ടുപേരിൽ ആരെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് മുഖം നോക്കുകയാണ്. പക്ഷേ ആരെയും കാണാനില്ല. മദീന നിവാസികളിൽ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ, ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അന്വേഷണം നടത്തുന്നു. അവര് പറയുന്നു, ഇനി ഇവിടെ ബാക്കിയാരുമില്ല. മദീനയിലുള്ള എല്ലാ ആളുകളും, മദീനയിൽ താമസിക്കുന്ന എല്ലാ ആളുകളും ഇവിടെ ഇതാ സംഗമിച്ചിട്ടുണ്ട്. അങ്ങയുടെ കയ്യിൽ നിന്നും നാണയം വാങ്ങിച്ചിട്ടുണ്ട്. ഇല്ല ഇല്ല, ഇവിടെ രണ്ടുപേര് വേറെ ബാക്കിയുണ്ട് എന്ന് മഹ്മൂദ് സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി തറപ്പിച്ചു പറയുന്നു. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ ആ രണ്ടുപേരെ സംബന്ധിച്ച് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ നാട്ടുകാരായ ആളുകൾ പറയുകയാണ്, അതേ ഇവിടെയുണ്ട് ഇവിടെ രണ്ടാളുകളുണ്ട്. അവര് മൊറോക്കോയിൽ നിന്ന് വന്ന ഹാജിമാരാണ്. അവർ സ്വാലിഹീങ്ങളായ രണ്ട് ആളുകളാണ്. അവർ ഇവിടെ പ്രാവർത്തികളായ മദീന നിവാസികൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന, അവർ നല്ല സ്വാലിഹീങ്ങളായ പണക്കാരായ, ആരോടും ഒന്നും ചോദിക്കാത്ത രണ്ട് മൊറോക്കക്കാരും ഇടയുണ്ട് എന്ന് പറയുമ്പോൾ മഹാനായ മഹ്മൂദ് സങ്കി നൂറുദ്ദീൻ സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ യോദ്ധാവാണ്. യൂറോപ്യന്മാരുമായിട്ട് ഒരുപാട് യുദ്ധം നടത്തിയ മഹാനാട് നൂറുദ്ദീൻ സങ്കി. ചരിത്രത്തിൽ രേഖപ്പെട്ട മഹാനാട് സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ തൊട്ടുമുകളിലുള്ള ആളാണ് നൂറുദ്ദീൻ സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി. ഫൻശറഹ സദ്റുഹു, മഹാനുഭാവന്റെ ഹൃദയം തുടിക്കുന്നു. എങ്ങനെയാണ് പറയുകയാണ്, അലയ്യ ഹാദാ അലയ്യ ബിഹിമാ, അവർ രണ്ടുപേരെയും ഇവിടെ കൊണ്ടുവരണം. അദ്ദേഹം കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. فأتي بهما فرآهما الرجلين اللذين أشار النبي صلى الله عليه وسلم إليهما بقوله أنقذني من هذين. കൊണ്ടുവന്ന് നോക്കുമ്പോൾ മഹ്മൂദ് സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി കാണുകയാണ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വന്ന് സ്വപ്നത്തിൽ പറഞ്ഞ എന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തണം എന്ന് എന്നോട് അഷ്റഫുൽ ഖൽഖ് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞ രണ്ട് യുവാക്കളാണ്. ആ രണ്ട് യുവാക്കളാണെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ എവിടത്തുകാരാണ്? ചോദ്യം ചെയ്യുകയാണ്. ഞങ്ങൾ ഹജ്ജ് ചെയ്യാൻ വന്നവരാണ്. ഞങ്ങൾ ഇക്കൊല്ലം ഹജ്ജിന് വന്നിട്ട് മദീനയിൽ തന്നെ ഞങ്ങൾ താമസിക്കാൻ തീരുമാനിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലല്ലേ, അവിടെ തന്നെ താമസിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ചോദ്യം വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ സത്യം പറയണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു. ഐന മൻസിലുഹുമാ, നിങ്ങൾ താമസിക്കുന്ന റൂം ഏതാണ്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? അങ്ങനെ ആ റൂം കാണാൻ വേണ്ടി പോവുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലമുണ്ടല്ലോ, അൽ ഹുജറത്തുൽ ശരീഫ, റൗളത്തും മിൻ റിയാദിൽ ജന്നയുടെ അരികിൽ കഴിയുന്ന അല്ലാഹുവിന്റെ ഈ ദുനിയാവും നാളെ പാരത്രികമായ ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടക്കുന്ന സ്ഥലം മദീന.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെ അരികിൽ തന്നെ ഈ മൊറോക്കോക്കാരൻ അവകാശപ്പെട്ട ഈ രണ്ടാളുകളെ അവർ റൂമെടുത്ത് താമസിക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. അവർ രണ്ടുപേരെയും പുറത്തു നിർത്തി മഹാനായ മഹ്മൂദ് അസ്സംഗി റഹ്മത്തുള്ളാഹി അലൈഹി ആ റൂമിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് സമ്പത്ത് അവരുടെ റൂമിലുണ്ട്. മറ്റൊന്നും അവിടെ കാണാനില്ല. ഏതാനും ചില എഴുത്തുകളും ഉണ്ട്. മദീന നിവാസികളായ ആളുകൾക്ക് ഈ രണ്ട് ആളുകളെ സംബന്ധിച്ച് നല്ലതല്ലാതെ ഒന്നും പറയാനില്ല. قالوا إنهما صائمان الدهر ملازمان الصلوات في الروضة الشريفة وزيارة النبي صلى الله عليه وسلم. ഈ രണ്ടാളുകളെ അവർ എല്ലാ ദിവസവും നോമ്പാണ്. അവർ സർവ്വസമയത്തും നിസ്കാരത്തിന് ഹാജരാകേണ്ട സമയത്ത് അവർ റൗള ശരീഫിന്റെ അരികിൽ തന്നെ നിസ്കാരത്തിന് ഹാജരാകുന്നവരാണ്. നബി തങ്ങളെ എപ്പോഴും സിയാറത്ത് ചെയ്യുന്നവരാണ്. സിയാറത്തിൽ കുല്ല യൗമിൻ ബുക്റാ, എല്ലാ ദിവസവും അതിരാവിലെ തന്നെ ജന്നത്തുൽ ബഖീഇലും പോയി സ്വഹാബികളും താബഈകളും സ്വാലിഹീങ്ങളും അടക്കം ചെയ്ത മദീനയിലെ ഖബറു ശരീഫ് മഹാന്മാരെ അടക്കിയ ആ ജന്നത്തുൽ ബഖീഇൽ പോയി അതിരാവിലെ സിയാറത്ത് ചെയ്യുന്ന ആളുകളാണ് ഇവര്. സിയാറത്ത് ഖുബാഉൽ സബത്ത്, എല്ലാ ശനിയാഴ്ച രാവിലെ മദീനയിലെ തൊട്ടടുത്ത വലിയൊരു മഹത്തായ സ്ഥലവും ഭവനവും ഉള്ള മസ്ജിദുള്ള സ്ഥലമാണ് മസ്ജിദ് ഖുബാ. ആ മസ്ജിദ് ഖുബാ സന്ദർശിക്കുന്നവരാണ്. ക്ഷാമം പിടിച്ച ഈ കൊല്ലത്തിൽ ഇവർ രണ്ടാളുകളും ഞങ്ങൾക്കെല്ലാം വലിയ സഹായികളായിട്ടുണ്ട്. ഈ രണ്ടാളുകളുടെ സഹായം കൊണ്ടാണ് ഈ കൊല്ലം മദീന നിവാസികൾ മുന്നോട്ട് പോകുന്നത്. ആരെന്ത് ചോദിച്ചാലും അവർ മടക്കൂല. സുബ്ഹാനല്ലാഹ് എന്ന ഒരു വാചകം മാത്രമാണ് ആ സമയത്ത് സുൽത്താൻ മഹ്മൂദ് അസ്സംഗി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. വലം യുദ്ഹിർ ശൈഅൻ മിമ്മാ റആ, അഷ്റഫുൽ ഖൽഖിക്ക് സ്വപ്നം കാണിച്ചു തന്ന രണ്ടുപേരാണ് എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിന്നും ഒരു അംശം പോലും ആരോടും വെളിവാക്കി ആ സമയത്തും പറഞ്ഞിട്ടില്ല. സുൽത്താൻ ആ മഹ്മൂദ് അസ്സംഗി റഹ്മത്തുള്ളാഹി അലൈഹി സുൽത്താനാണ്. ആ മഹാനുഭാവൻ ഈ രണ്ട് മൊറോക്കക്കാരെന്ന് അവകാശപ്പെട്ട ആ രണ്ട് ആളുകളുടെ റൂമിൽ നിന്ന് അകത്തൊന്ന് പരിശോധന പൂർണ്ണമായി നടത്തുന്നു. ആ റൂമിലെ ഒരു പായ ഒരു വിരിപ്പം കൊണ്ട് മാറ്റുമ്പോൾ വലിയ ഒരു ദ്വാരം കാണുന്നു, ഒരു വലിയ ഒരു പൊത്ത് കാണുന്നു, ഒരു ഗുഹ പോലത്തെ വലിയ ഒരു ദ്വാരം കാണുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന അവിടുത്തെ ശരീരം കിടക്കുന്ന ഭാഗത്തേക്കാണ് ആ ദ്വാരം പോയിരിക്കുന്നത്. ഈ സമയത്താണ് ജനങ്ങളെല്ലാം ഭയവിഹ്വലരായിക്കൊണ്ട് സമയത്ത് സുൽത്താൻ മഹ്മൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ആ രണ്ടാളുകളോടായിട്ട് പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരുടെയും അവസ്ഥ വളരെ സത്യസന്ധമായിട്ട് ഇപ്പോൾ പറഞ്ഞോളണം. ശക്തമായ പ്രഹരവും നടത്തുകയാണ്. അപ്പോഴാണ് അവർ സമ്മതിച്ചത്, ഞങ്ങൾ രണ്ടുപേരും ക്രിസ്ത്യാനികളാണ് കേട്ടോ.
മൊറോക്കോക്കാരുടെ ഹജ്ജ് വേഷത്തിൽ ഞങ്ങളെ ഹാജിമാരായിട്ട് മൊറോക്കൻ ഭരണാധികാരികളുടെ അല്ല മൊറോക്കൻ രൂപത്തില് ഹാജിമാരുടെ രൂപത്തിൽ ഞങ്ങളുടെ നാട്ടുകാരായ ക്രൈസ്തവര് അയച്ചതാണ്. വലിയ സമ്പത്തും കൊണ്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. വലിയൊരു ദുരുദ്ദേശവുമായിട്ടാണ് അവർ വന്നത്. അവർക്ക് മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തത് ലോകത്തിന്റെ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ശറഫാക്കപ്പെട്ട ശരീരം അതിനൊരു പോറലും ഒരിക്കലും ഏൽക്കാത്തതാണെന്ന് അവർക്കും അറിയാം. ആ ശരീരം മോഷ്ടിച്ചു കൊണ്ടുവന്ന് അതിനെ വികൃതമാക്കി അതിനെ നശിപ്പിച്ചു കളയണമെന്നാണ് അവരുടെ വ്യാമോഹം. ഇബ്ലീസ് അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്ത പണിയാണ്. സുബ്ഹാനല്ലാഹ്, എത്രയെത്ര അത്ഭുതങ്ങളാണ്, എത്രയെത്ര മാരകമായ നീചമായ രൂപത്തിലാണ് ഇസ്ലാമിനെ തകർക്കാനും ഇസ്ലാമിനെ കരിവാക്കാനും ആ സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നും എന്നും അന്നും അപ്രകാരം തന്നെയാണ്. വിവിധ രൂപത്തിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി, അല്ലാഹുവിന്റെ മതത്തെ നശിപ്പിക്കാൻ വേണ്ടി വിവിധ രൂപത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഹിജ്റ 555 നടന്ന സംഭവമാണ്. മഹാനായ തങ്ങളുള്ള കാലഘട്ടമാണ്, ഷെയ്ഖിന്റെ കാലഘട്ടമാണ്. ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. മഹാനായ റസൂലുള്ളാഹിന്റെ സമീപത്തുള്ള റൂം തന്നെ അതിനെ അവർ വാടകയ്ക്കെടുക്കുന്നു, താമസിക്കുന്നു. രാത്രിയാകുമ്പോൾ അവനെ ആ റൂമിന്റെ ഉള്ളിലുള്ള ദ്വാരം അവർ പതുക്കെ പതുക്കെ കുഴിച്ച് സുബ്ഹാനല്ലാഹ് നബിതങ്ങളുടെ ശരീരത്തിന്റെ ഭാഗത്തേക്ക് കുഴിച്ച് 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 അവർ ധരിച്ചിരിക്കുന്ന മൊറോക്കക്കാർ ധരിച്ചിരിക്കുന്ന ഒരു തോണിയുടെ ഒരു കോട്ടുണ്ടായിരുന്നു. ആ കോട്ടിന്റെ ഉള്ളിൽ ഇവർ കുഴിക്കുന്ന മണ്ണ് ആ കോട്ടിന്റെ ഉള്ളിലിട്ടുകൊണ്ട് അതിരാവിലെ ജന്നത്തുൽ ബഖീഉൽ സിയാറത്തിന്റെ രൂപത്തിൽ പോയിട്ട് ഈ മണ്ണ് അവിടെ തട്ടിക്കളയലാണ് അവരുടെ രീതി. വല്ലദീ യജ്തമിഉ മിനൽ തുറാബി യജ്അലുഹു കുല്ലും മിൻഹുമാ ഫീ മഹ്ഫദതിഹി വയുഖ്രിജാനി ലിഇദ്ഹാരി സിയാറത്തിൽ ബഖീഇ വയുഖ്രിജാനിഹി ബൈനൽ ഖുബൂർ വഖമ അലാ ദാലിക മുദ്ദാ. ഈ രൂപത്തിൽ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറുദ്ദീൻ മഹ്മൂദ് സംഗീ തങ്ങൾക്ക് വിവരം കൊടുക്കുന്നത്, ഭരണാധികാരിക്ക് വിവരം കൊടുക്കുന്നത്, അടുത്തുള്ള ഭരണാധികാരിക്ക് വിവരം കൊടുക്കുന്നത്. ഒരുപാട് ഭരണാധികാരികളുള്ള കാലഘട്ടമാണ്, ഒരുപാട് ഖലീഫമാരുള്ള കാലഘട്ടമാണ്. പക്ഷേ അവർക്കാർക്കും വിവരം കൊടുത്തില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്മൂദ് സംഗീ തങ്ങൾക്ക് തന്നെയാണ് വിവരം കൊടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തെ സംരക്ഷിക്കാൻ പടച്ചറപ്പ് സുബ്ഹാനഹു വ തആല എല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിപ്പ് കൊടുത്തതിന്റെ ആ ഒരു രീതിയിൽ തന്നെ മഹ്മൂദ് സംഗീ റഹ്മത്തുള്ളാഹി അലൈഹി അവരെ പിടികൂടുന്നു. ആ മഹാനുഭാവന്മാർ രണ്ടുപേരെയും അവിടെ വെച്ച് വധിക്കുന്നു. മഹ്മൂദ് സംഗീ റഹ്മത്തുള്ളാഹി അലൈഹി ഇനി ഒരു ശത്രുവും നബി തങ്ങളുടെ ശരീരത്തെ മോഷ്ടിച്ചുകൊണ്ട് പോവാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ട് മദീനയുടെ നാല് ചുറ്റും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടക്കുന്നതിന്റെ നാല് ചുറ്റും വലിയൊരു കിടങ്ങ് കുഴിക്കുന്നു. ആ കിടങ്ങിൽ ഈയം കൊണ്ട് നിറയ്ക്കുന്നു. ഭൂമിക്കടിയിൽ ഒരു ഈയത്തിന്റെ മതിൽ നിർമ്മിക്കുന്നു. ഇനി ഒരു ശത്രുവും അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇനി ഒരൊറ്റ കാഫിറിനെയും മദീനത്ത് പ്രവേശിപ്പിക്കാൻ പാടില്ല. മദീനത്ത് ഒരൊറ്റ കാഫിറിനെയും ജോലിക്ക് നിർത്താൻ പാടില്ല. ക്ഷതിയന്മാരായ ആളുകളെ ഇനി ഒരിക്കലും ഇങ്ങോട്ട് കടത്താൻ പാടില്ല എന്ന പ്രഖ്യാപനവും നടത്തി മഹാനുഭാവൻ മദീനത്തിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് ആരാണ്? അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഭരണാധികാരികളുടെ അവസ്ഥ എന്താ?
കൊണ്ടാണ് മഹാനായ നൂറുദ്ദീൻ സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി ഇതെല്ലാം കഴിഞ്ഞ് കരയുകയായിരുന്നു. അല്ലാഹുവിന്റെ ഈ ദുനിയാവിൽ ഒരുപാട് മഹാന്മാരുള്ള ഈ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തെ മോഷ്ടിച്ചുകൊണ്ട് വികൃതമാക്കാൻ വന്ന ആ ശത്രുവിൽ നിന്നും അതിനെ സംരക്ഷിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ എന്നെ തന്നെ ഇതിനെ തിരഞ്ഞെടുത്തല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് മഹാനായ നൂറുദ്ദീൻ സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി കരഞ്ഞത് എന്ന് ചരിത്രത്തിൽ കാണാം. വഫാഉൽ വഫാ എന്ന് പറയുന്ന കിതാബിലുള്ള സംഭവമാണ്. ഇതൊരു കെട്ടുകഥയാണെന്ന് ആരും ചിന്തിക്കണ്ട, അതിനു വേണ്ടി പറഞ്ഞതാണ്. മഹാന്മാരായ പൂർവികരായ ആളുകൾ പരിശുദ്ധ ഇസ്ലാം വളരെ ഭദ്രമാണ്. ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ഭദ്രമാണ്. അതിനെ ആരും വികൃതമാക്കാൻ വിചാരിച്ചാൽ വികൃതമാവൂല. വികൃതമാക്കാൻ ഉദ്ദേശിക്കുന്നവരെ വികൃതമാവുകയുള്ളൂ. അല്ലാഹുവിന്റെ ദീൻ എന്നും നിലനിൽക്കുന്നതാണ്. നാളെ ആഖിറത്തിലാണ് അതിന്റെ യഥാർത്ഥ സ്ഥാനം വെളിവാകുന്നത്. പ്രവാചകന്മാരുടെയും സർവ്വലോകത്തിന്റെയും റഹ്മത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തുൽ ഉലമാ, അവിടുത്തെ മഹ്മൂദും മഖാമം മഹ്മൂദ് എന്നീ സ്ഥാനങ്ങൾ കാണുമ്പോഴേ നബി തങ്ങളുടെ സ്ഥാനം നമുക്ക് മനസ്സിലാവുകയുള്ളൂ, ലോകത്തിന് മനസ്സിലാവുകയുള്ളൂ. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഹഖായ ഈമാനിന്റെ അഭികാരികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മുത്ത് നബിയെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മൗത്താവാൻ അല്ലാഹു നമുക്കും മഹ്ലിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മളിൽ മരണപ്പെട്ടു പോയവർക്കെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ രോഗികൾക്കും എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.